നമുക്ക് നമ്മുടെ സ്വന്തം ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഇത് ചെയ്യാനായി ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഗൂഗിൾ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അത് മിക്ക ആൻഡ്രോയിഡ് ഫോണുകളിലും ഡിഫോൾട്ടായിട്ട് മിക്കവാറും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പ്ലേ സ്റ്റോറിൽ. അപ്പോൾ ഇത് ഈ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ആദ്യത്തെ ഗൂഗിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, ഇതിപ്പോൾ ആൾറെഡി ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് ആണ്. മിക്ക ആൻഡ്രോയിഡ് ഫോണുകളിലും ഗൂഗിൾ എന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. ഇല്ലാത്തവരത് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതിനുശേഷം ഇതുപോലെ ഫോണിൻ്റെ ഫസ്റ്റ് സ്ക്രീനിൽ, മെയിൻ സ്ക്രീനിൽ വന്നതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ശബ്ദം കൊണ്ട് നമുക്ക് പറഞ്ഞാൽ മാത്രം മതി. ഫോൺ നമുക്ക് നമ്മുടെ ശബ്ദം കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും. ഇത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഫോണിൽ നമ്മൾ ഓക്കെ ഗൂഗിൾ എന്നൊരു കമാൻഡ് ഇതുപോലെ പറയണം. അപ്പോൾ നമ്മൾ ഓക്കെ ഗൂഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഗൂഗിൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുകയും പിന്നീട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം അതനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ബാക്കിൽ ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, ബാക്കിൽ ലൈറ്റ് ഉണ്ട്. അപ്പോൾ അത് ഓൺ ചെയ്യിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ കൈ കൊണ്ടൊന്നും സ്ക്രീനിൽ ടച്ച് ചെയ്യാതെ നമ്മുടെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് ഈ ഫോണിലെ ലൈറ്റ് ഓൺ ചെയ്യിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ആദ്യം ഓക്കെ ഗൂഗിൾ ടേൺ ഓൺ ഫ്ലാഷ് ലൈറ്റ്. ഇത്രയും നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാക്കിലെ ലൈറ്റ് ഓൺ ആകുന്നത് കാണാം. ഇനി നമ്മുടെ ഈ ഓണായ ലൈറ്റ്, ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഓക്കെ ഗൂഗിൾ ടേൺ ഓഫ് ഫ്ലാഷ് ലൈറ്റ്. ആ ഫ്ലാഷ് ലൈറ്റ് ഓഫായി. അടുത്തതായിട്ട് നമ്മുടെ സ്വന്തം ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും നമുക്ക് ഫോൺ ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഉദാഹരണത്തിന് നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന നമ്പർ, ഒരു പേരിൽ സേവ് ചെയ്തിരിക്കുന്ന നമ്പർ നമ്മൾ കോൾ ചെയ്യുന്നത് എങ്ങനെ നോക്കുന്നു. ആദ്യം ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ ഗൂഗിൾ കോൾ എക്സ്ക്ലൂസീവ് LLC. Calling Exclusive LLC Mobile. ഇപ്പോൾ കോള് പർട്ടിക്കുലർ നമ്പറിലേക്ക് കോൾ പോകുന്നതായിട്ട് കാണാം. അടുത്തതായിട്ട് നമ്മുടെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ കോണ്ടാക്റ്റിന് നമുക്കൊരു SMS അയക്കാൻ, അത് നമ്മളിതുപോലെ പറഞ്ഞാൽ മാത്രം മതി. ആദ്യം നമ്മൾ ഓക്കെ ഗൂഗിൾ എന്ന് പറയണം. പറഞ്ഞതിന് ശേഷം സെൻഡ് എ ടെക്സ്റ്റ് മെസ്സേജ് ടു ആർക്കാണ് അയക്കേണ്ടതെന്ന് പറയണം. അതിനുശേഷം അയക്കേണ്ടത് മെസ്സേജ് എന്താണെന്ന് പറയണം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പറയുന്ന ആ വ്യക്തിക്ക് നമ്മുടെ ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ ഫോൺ മെസ്സേജ് അയക്കും. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഓക്കെ ഗൂഗിൾ സെൻഡ് എ ടെക്സ്റ്റ് മെസ്സേജ് ടു എക്സ്ക്ലൂസീവ് LLC. ഹായ്, ഹൗ ആർ യു? Text Exclusive LLC. Sure. Work fax or mobile? Mobile. Got it. Do you want to send it or change it? Yes. Okay. Message sent. അപ്പോൾ ഇവിടെ മെസ്സേജ് പോയത് നമുക്ക് കാണാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ഗൂഗിൾ നമ്മുടെ നമ്മുടെ വോയിസ് കമാൻഡ് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം പറയേണ്ടത് ഓക്കെ ഗൂഗിൾ എന്നാണ്. അതിനുശേഷം മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ട് സെൻഡ് എ ടെക്സ്റ്റ് മെസ്സേജ് ടു ആർക്ക് അയക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അയക്കേണ്ടത് മെസ്സേജ് പറഞ്ഞതിന് ശേഷം അപ്പോൾ ആ എക്സ്ക്ലൂസീവ് LLC എന്ന് ഞാൻ സേവ് ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ പേരിൻ്റെ അണ്ടറിൽ തന്നെ ഒരു 3 നമ്പർ ഉണ്ടായിരുന്നു. അതിലേതിനെ അയക്കണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാനത് മൊബൈൽ എന്നുള്ളത് പറഞ്ഞപ്പോൾ അത് മൊബൈലിലേക്ക് സെൻഡ് ചെയ്യുകയായിരുന്നു. പേടിക്കേണ്ട, ഈ കമാൻഡുകളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രത്യേകം ഉൾക്കൊള്ളിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ഒരു അലാറം, ഒരു പ്രത്യേക സമയത്ത് ഒരു അലാറം നമുക്ക് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യുന്നതിന് ഫോൺ എടുക്കുകയോ കൈകൊണ്ട് ടൈം സെറ്റ് ചെയ്യുകയോ ഒന്നും വേണ്ട. നമുക്ക് എത്ര മണിക്ക് അലാറം വേണം എന്നുള്ളത് പറഞ്ഞാൽ മതി. ആ സമയത്തേക്ക് നമ്മുടെ ഫോൺ അലാം സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്തു നോക്കാം, ശ്രദ്ധിക്കുക. ഓക്കെ ഗൂഗിൾ സെറ്റ് ആൻ അലാം അറ്റ്
ഈവനിങ് 7 o'clock. Sure. What time's the alarm? ഈവനിങ് 7 o'clock. Okay, 7 p.m. Setting your alarm. അപ്പോൾ 7 മണിക്ക് വൈകിട്ട് 7 മണിക്കുള്ള അലാറം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിന് പറയേണ്ടത് ഓക്കെ ഗൂഗിൾ സെറ്റ് ആൻ അലാം എന്ന് പറയുമ്പോൾ പറയുക. എന്നിട്ട് അപ്പോൾ ചോദിക്കുക എത്ര മണിക്ക് സെറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ടൈം പറഞ്ഞു. ഒറ്റ ട്രിപ്പിൽ തന്നെ വേണമെങ്കിലും പറയാം. സെറ്റ് ആൻ അലാം അറ്റ് 7 o'clock എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ 7 മണിക്ക് അലാറം സെറ്റ് ചെയ്യും. അടുത്തതായി നമുക്ക് ഒരു റിമൈൻഡർ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം റിമൈൻഡ് ചെയ്യാൻ, ഇപ്പോൾ ഉദാഹരണത്തിന് വൈകിട്ട് 7 മണിക്ക് ഡോക്ടറെ കാണാൻ നമ്മളെ ഓർമ്മിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഒരു റിമൈൻഡർ നമുക്ക് ഫോണിൽ സെറ്റ് ചെയ്യാൻ നമ്മുടെ ശബ്ദം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെ ചെയ്യുന്നു നോക്കാം. ഓക്കെ ഗൂഗിൾ, സെറ്റ് എ റിമൈൻഡർ ടു മീറ്റ് വിത്ത് എ ഡോക്ടർ അറ്റ് ഈവനിങ് 7 o'clock. Okay, do you want to save this? Yes. Okay. Reminder saved. അപ്പോൾ ഇതിനു വേണ്ടി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് എ റിമൈൻഡർ എന്ന കമാൻഡാണ്. സെറ്റ് എ റിമൈൻഡർ. എന്നിട്ട് നമ്മൾ എന്താണോ റിമൈൻഡ് ചെയ്യേണ്ടത് അത് നമ്മൾ പറയുക. എത്ര മണിക്ക് റിമൈൻഡ് ചെയ്യണമെന്ന് പറയുക. ആ സമയം ആ റിമൈൻഡർ സെറ്റ് ചെയ്യും. അടുത്തതായിട്ട് ചില കണക്കുകൾ നമുക്കതിൻ്റെ ആൻസർ അറിയണമെങ്കിലും നമുക്ക് ഗൂഗിളിനോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഫോണിനോട് ചോദിച്ചാൽ മതി. അതെങ്ങനെയെന്ന് നോക്കാം. ഓക്കെ ഗൂഗിൾ, വാട്ട് ഈസ് 4 + 7? The answer is 11. Okay Google, what is 7 divided by 2? The answer is 3.5. അപ്പോൾ ഇതുപോലെ നമുക്ക് വേണ്ടുന്ന ആൻസർ അറിയാൻ നമ്മൾ വാട്ട് ഈസ് എന്ന് ചോദിച്ചാൽ മതി, അതിൻ്റെ ഉത്തരം കിട്ടും. ഇനി നമുക്ക് ഉഗാണ്ടയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു നോക്കാം. അതിനുകൊണ്ട് ഉത്തരം. ഓക്കെ ഗൂഗിൾ, ഹു ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഉഗാണ്ട? Yoweri Museveni is the president of Uganda. യൊവേരി മുസവേനി ആണ് ഉഗാണ്ടയുടെ പ്രസിഡന്റ്. അതും നമ്മളോട് പറഞ്ഞു തരുന്നു. ഇനി നമ്മുടെ കാലാവസ്ഥ അറിയണമെങ്കിൽ അതും നമുക്ക് ഗൂഗിളിനോട് അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിനോട് ഇതുപോലെ ചോദിച്ചാൽ മതി. അതിന് ചെയ്യേണ്ടത് കമാൻഡ് ഞാനിവിടെ കാണിച്ചു തരാം. ഓക്കെ ഗൂഗിൾ, വാട്ട് ഇസ് ദ ടെമ്പറേച്ചർ റൈറ്റ് നൗ? It's 31 degrees in Amarar, Dubai right now. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എത്രയാണ്? വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ റൈറ്റ് നൗ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ ഞാൻ താമസിക്കുന്ന ദുബായിലെ അൽ മുറാർ എന്ന ഏരിയയിലെ 31 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വരെ കാണിച്ചു തരുന്നു. അടുത്തതായി നമ്മുടെ ഫോണിലെ പാട്ട് പ്ലേ ചെയ്യാൻ, മ്യൂസിക് പ്ലേ ചെയ്യാൻ അതിനുമുണ്ട് വോയിസ് കമാൻഡ്. അതെങ്ങനെ ചെയ്തു നോക്കാം. ഓക്കെ ഗൂഗിൾ, പ്ലേ മ്യൂസിക്. Okay. ഞാൻ പ്ലേ മ്യൂസിക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഫോണിൽ പാട്ട് പ്ലേ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇതിനുവേണ്ടി പറഞ്ഞ കമാൻഡ് പ്ലേ മ്യൂസിക്. അപ്പോൾ ഇതുപോലെ നിരവധി കമാൻഡുകൾ നമുക്ക് ഗൂഗിളിനോട് അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഫോൺ പ്രവർത്തിക്കും. ഇതിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഗൂഗിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. കൂടാതെ നെറ്റ് കണക്റ്റഡ് ആയിരിക്കണം. ഫോണിൽ നെറ്റ് സൗകര്യം ഉണ്ടായിരിക്കണം, ഇൻ്റർനെറ്റ് സൗകര്യവും ഉണ്ടായിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ചാനലിൽ നിന്നും തയ്യാറാക്കുന്ന ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ ഈ വീഡിയോ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.